ഇന്ന് നമുക്ക് സെയ്ഫ് അലി ഖാൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കർത്തവ്യ എന്ന സസ്പെൻസ് ത്രില്ലർ ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് കുറച്ചൊന്ന് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ പോലീസ് ഉദ്യോഗസ്ഥനെയും കൂട്ടുകാരെയുമാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ പേര് പവൻ എന്നാണ്. പവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും ചേർന്ന് പവന് കേക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. കേക്ക് കട്ട് ചെയ്യലൊക്കെ നടക്കുകയാണ്. പവന്റെ കൂടെ അശോക് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. ഈ അശോകിനെ സ്വന്തം ചേട്ടനെ പോലെയാണ് പവൻ കാണുന്നതും. അശോകിനോട് ഒരു പ്രത്യേക സ്നേഹമാണ് പവന്. അതുകൊണ്ട് തന്നെ അശോക് പവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതൊരു വെള്ള ഷൂ ആയിരുന്നു. പവന് വെള്ള ഷൂസൊക്കെ വലിയ ഇഷ്ടമാ. അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ നടക്കുന്ന സമയത്താണ് പവന്റെ വൈഫ് വിളിക്കുന്നത്. എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്നും നിങ്ങളുടെ സഹോദരൻ കാണാൻ വന്നിരിക്കുന്നുവെന്നും വൈഫ് പറയുന്നു. വരാമെന്ന് പറഞ്ഞിട്ടാണ് പവൻ കോള് കട്ട് ചെയ്ത് കളയുന്നത്. അതേ സമയം തന്നെയായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കോളും വരുന്നത്. ഒരു ജേർണലിസ്റ്റ് വരുന്നുണ്ട്. അവരെ എത്രയും സേഫ് ആയിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിക്കണമെന്നായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ പവനും അശോക് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും പ്രൊട്ടക്ഷൻ കൊടുക്കുവാനായും പോകുന്നു. ജേർണലിസ്റ്റ് അവരുടെ കാറിലാണ് പോകുന്നത്. പവനും അശോകും പിന്നാലെ പോകുന്നുണ്ട്. ആരിവരെ ഉപദ്രവിക്കാൻ വരാനാ എന്ന മട്ടിലിരിക്കുകയാണ് അശോകും പവനും. എന്നാൽ അതേസമയം ജേർണലിസ്റ്റ് പോകുന്ന കാറിനെ ഫോളോ ചെയ്ത് രണ്ട് പയ്യന്മാർ ബൈക്കിൽ വരുന്നു. ആ പയ്യന്മാരാണെങ്കിലോ ജേർണലിസ്റ്റിന്റെ കാറിനെ ചേസ് ചെയ്യുകയും അവസാനം ജേർണലിസ്റ്റിനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാണുന്ന പവനാണെങ്കിലോ രണ്ടുപേരെയും പിടികൂടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. അവന്മാർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ജേർണലിസ്റ്റിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടെ അത് വലിയ വാർത്തയാവുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥൻ പവനെ വിളിപ്പിച്ചിട്ട് ഒരുപാട് വഴക്ക് പറയും. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാ ജോലിയിലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് അപമാനിക്കും വിധം വഴക്ക് പറയുന്നത്. പവന് സസ്പെൻഷൻ കൊടുക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ. എന്നാൽ പവൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. ഇതിന് പിന്നിലുള്ളവർ ആരാണെന്നുള്ളത് ഞാൻ കണ്ടെത്തും. അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം എനിക്ക് തരണമെന്നും പവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ പവന് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരാഴ്ച സമയം കൊടുക്കുകയാണ്. അതോടെ പവൻ വീട്ടിലേക്കും എത്തുന്നുണ്ട്. പവന്റെ അച്ഛനാണെങ്കിലോ ഈ ജാതിയൊക്കെ നോക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പവൻ വീട്ടിലെത്തുമ്പോൾ പവന്റെ സഹോദരനായ നിർമ്മലിനെ അന്വേഷിച്ച് കുറച്ചുപേർ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ആളുടെ സഹോദരി നിർമ്മലിനൊപ്പം ഒളിച്ചോടിയെന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ പവന്റെ അച്ഛനും പവനുമൊക്കെ പറയുന്നത് നിർമ്മൽ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ്. എന്നാൽ അയാൾ പറയുന്നതോ എന്റെ സഹോദരി നിന്റെ സഹോദരനൊപ്പമാണ് പോയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ജീവനോടുകൂടി വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നിർമ്മൽ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് പവനും അച്ഛനും വിശ്വസിക്കുന്നത്. പവൻ റൂമിലേക്ക് വരുമ്പോൾ ഭാര്യയായ വർഷ അവിടെ ഉണ്ടായിരുന്നു. നിർമ്മൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി മുതൽ അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല, ജോലിയുടെ തിരക്കായിരിക്കുമെന്നാണ് വർഷ പറയുന്നതും. അങ്ങനെയാണ് പവനും വിശ്വസിക്കുന്നത്. അതേസമയം പവന്റെ മകൻ റൂമിലേക്ക് വരുന്നു. കയ്യിൽ അച്ഛന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റുമുണ്ട്. ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴോ ഒരു വെള്ള കളർ ഷൂ ആയിരുന്നു. അവൻ ഒരുപാട് സന്തോഷമാകും. എന്താ എല്ലാവരും എനിക്ക് വെള്ള കളർ ഷൂ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ള കളർ ഷൂ അല്ലേ ഇഷ്ടം, അതാ ഞാൻ അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഭാര്യ പറയുന്നത്. അങ്ങനെ പവനാണെങ്കിലോ തന്റെ ഭാര്യയും മകനെയും ഒക്കെ കെട്ടിപ്പിടിക്കുകയാണ്. ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ല, വെറും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് പവൻ ഇറങ്ങിപ്പോകുന്നു. സത്യത്തിൽ ഒന്നാമത്തെ കാര്യം ജോലിയുടെ ടെൻഷൻ, രണ്ടാമത് നിർമ്മലിനെ കാണുന്നില്ല. നിർമ്മലിനെ കുറിച്ച് കുറച്ചു പേർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നിർമ്മൽ എവിടെയാണെന്ന് അന്വേഷിച്ചു പോവുകയാണ് പവൻ. നിർമ്മലിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആ പയ്യനെ കാണുവാൻ വേണ്ടിയിട്ടാണ് പവൻ എത്തിയിരിക്കുന്നത്. നിർമ്മലിനെ കുറിച്ച് അന്വേഷിക്കുന്നു. നിർമ്മൽ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയത്തില്ല. മാത്രവുമല്ല ആ ഒരു പെൺകുട്ടിയുമായിട്ട് നിർമ്മലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയില്ല, അവർ ഫ്രണ്ട്സ് ആണെന്നാണ് ആ പയ്യൻ പറയുന്നത്. അത് കേട്ട് പവനും ഒരുപാട് സമാധാനമാകുന്നു. ഫ്രണ്ട്സ് അല്ലേ, വേറൊന്നുമില്ലല്ലോ, സമാധാനമായി. അപ്പോൾ അവർ ഒളിച്ചോടാൻ ചാൻസ് ഇല്ലല്ലോ. എത്രയും വേഗം നിർമ്മലിനെ കണ്ടുപിടിക്കണമെന്നും പവൻ പറയുന്നു. സത്യത്തിൽ നിർമ്മലിന്റെ കൂട്ടുകാരൻ കള്ളം പറഞ്ഞതാണ്. നിർമ്മലും ആ പെൺകുട്ടിയും പ്രണയത്തിലാ. പവനെ പേടിച്ചാണ് ആ പയ്യൻ അങ്ങനെ കള്ളം പറഞ്ഞതും. ആ ഒരു സീൻ അവിടെ കെട്ടായി ആനന്ദശ്രീ എന്നൊരു രാഷ്ട്രീയക്കാരനെ കാണിക്കുന്നു. അയാൾ മുൻപ് ഒരു സ്വാമിയൊക്കെയായിരുന്നു. ഒരുപാട് പേർ സ്വാമിയായിരുന്ന ആനന്ദശ്രീയെ കാണുവാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആനന്ദശ്രീ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുകയാണ്. ആനന്ദശ്രീയെ കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് മീഡിയക്കാരും പിന്നെ ഒരുപാട് ജനങ്ങളും ഒക്കെ എത്തിയിരുന്നു. ആനന്ദശ്രീക്ക് ഒരു വലത് കൈയുണ്ട്. അയാളുടെ പേര് ഗുരു എന്നാണ്. ഗുരുവിനെ കണ്ട് ആനന്ദശ്രീ ആണെങ്കിലോ എന്തോ ഒരു സിഗ്നൽ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഗുരു അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പോയ ഗുരു നേരെ എത്തിയിരിക്കുന്നത് അർപ്പൽ എന്നൊരു പയ്യനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നീ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ എന്നൊക്കെ ഗുരു പറയുന്നു. സത്യത്തിൽ ഈ ഗുരുവിനും ആനന്ദശ്രീക്കും വേണ്ടിയിട്ട്
കൊലപാതകം നടത്തിയിട്ട് വന്ന് നിൽക്കുകയാണ് അർപ്പൽ എന്ന പയ്യൻ. ഞാൻ ആനന്ദ് സാറിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അർപ്പൽ പറയുന്നു. എന്നിട്ടവൻ അകത്തേക്ക് കയറി പോവുകയാണ്. അവന്റെ ബാഗിൽ നിന്നും ഒരു ഗണ്ണെടുത്തിട്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്യുവാനായും തുടങ്ങി. അവരൊക്കെ പല വാക്കിന് പോയി ഒളിക്കുന്നു. അർപ്പൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് പവൻ നേരെ എത്തിയിരിക്കുന്നത് അശോകിനെ കാണാൻ. അന്നത്തെ ആ ഒരു ജേർണലിസ്റ്റിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റിനിടയിൽ അശോകിന് പരിക്ക് പറ്റിയിരുന്നു. അശോക് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അശോകിനടുത്തേക്ക് എത്തുന്ന പവനോട് അശോക് ചോദിക്കുന്നത്, സാറിന് മിണ്ടാതെ സസ്പെൻഷൻ വാങ്ങിക്കൂടായിരുന്നോ? ഈ ഒരു കേസ് വല്ലാതെ കുരുക്കു പിടിച്ചതാണ്. എന്തിനാ ഒരു കേസ് തെളിയിക്കുന്ന കാര്യമൊക്കെ ഏറ്റെടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്തായാലും ആരാണ് ആ ഒരു കൊലപാതകത്തിന് പിന്നിലെന്ന് എനിക്ക് കണ്ടെത്തണമെന്നും പവൻ പറയുന്നു. എന്നാൽ അതേസമയം പവന്റെ അച്ഛൻ ഈ ജാതിയൊക്കെ ഒരുപാട് തലയിൽ കയറ്റി നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞില്ലേ? പവന്റെ അച്ഛനെ കാണുവാൻ വേണ്ടിയിട്ട് അവരുടെ സഭയിലുള്ള ആളുകളൊക്കെ വരുന്നു. നിർമ്മൽ താഴ്ന്ന ജാതിയിലുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടി പോയത് കൊണ്ട് തന്നെ നിർമ്മലിനെ കൊന്നുകളയണം എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നതും. തന്റെ മകൻ താഴ്ന്ന ജാതിയിലുള്ള പെണ്ണിനോടൊപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ അവനെ ഉറപ്പായും കൊല്ലുമെന്നൊക്കെ പവന്റെ അച്ഛന് പറയുന്നു. അങ്ങനെ പവൻ പതിവ് പോലെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഈ മരിച്ചുപോയ ജേർണലിസ്റ്റിനെ പരിചയമുള്ള മറ്റു രണ്ട് ജേർണലിസ്റ്റുമാരും അവിടെ എത്തിയിട്ടുണ്ട്. അവരാണെങ്കിലോ പവനോട് ആനന്ദശ്രീയെ കുറിച്ചാണ് പറയുന്നതും. ആനന്ദശ്രീയെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ആ ജേർണലിസ്റ്റ് കണ്ടെത്തിയിരുന്നു. അയാൾ ഒരു ആശ്രമം പോലെയാണ് നടത്തിയിരുന്നത്. അവിടെ ഒരുപാട് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെയൊക്കെ അയാൾ ദ്രോഹിക്കുമായിരുന്നു. മാത്രമല്ല, അയാൾക്ക് എന്ത് കാര്യവും ചെയ്യണമെങ്കിലും ഈ കുട്ടികളെ ഉപയോഗിച്ചാണ് അയാൾ ചെയ്യുന്നത്. അത് കൊലപാതകമായാൽ പോലും. എന്നിട്ട് അവസാനം ആ കുട്ടികളെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ആശ്രമത്തിലുള്ള കുട്ടികളെല്ലാം ഓരോരുത്തരായി കാണാതാവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജേർണലിസ്റ്റ് കണ്ടെത്തിയിരുന്നു, റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പവനോട് പറയുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. മറ്റൊരു വശത്ത് അർപ്പൽ എന്ന പയ്യനെയാണ് കാണിക്കുന്നത്. അവനിപ്പോൾ ഗുരുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ എത്തിയിരിക്കുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ അവൻ ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു അച്ഛനും അമ്മയും കുട്ടിക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അർപ്പൽ കാണുന്നു. അത് കാണുമ്പോൾ അവൻ ഒരുപാട് കരയുകയാണ്. കാരണം അർപ്പലിന് അച്ഛനും അമ്മയുമില്ല. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും അവന് കിട്ടിയിട്ടില്ല. ആ ജേർണലിസ്റ്റിനെ കൊന്നുകളഞ്ഞത് അർപ്പലാണ്, അതും ആനന്ദശ്രീക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ ആള് ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ എന്തായി അയാൾ കോൾ എടുക്കാത്തതെന്നും അർപ്പൽ ചിന്തിക്കുന്നു. അതേസമയം വീട്ടിലേക്ക് എത്തുകയാണ് പവൻ. ഭാര്യയോട് നിർമ്മലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിർമ്മലിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ പവൻ. പവൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ട് ഭാര്യയെ വർഷ പറയുന്നുണ്ട്, നിർമ്മൽ എവിടെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ആ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ്. വീട്ടിലാരും സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് അവരോട് ഒളിച്ചിരിക്കുവാനായിട്ട് പറഞ്ഞതെന്നും വർഷ പറയുന്നു. പക്ഷേ ഈ പവനാണെങ്കിലോ അച്ഛനെ പോലെ അങ്ങനെ ജാതിയൊന്നും ഒരുപാട് തലയിൽ കയറ്റി നടക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് നിർമ്മലുള്ളതെന്ന് പറഞ്ഞതാ, നമുക്ക് രണ്ടുപേർക്കും പോയി കാണാമെന്നും പവൻ പറയുന്നു. അങ്ങനെ വർഷ നിർമ്മലുള്ള സ്ഥലത്തേക്ക് പവനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിർമ്മലിനടുത്തെത്തിയ പവനാണെങ്കിൽ നിർമ്മലിന്റെ മനസ്സ് മാറ്റുവാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നു. അച്ഛൻ ഒരിക്കലും ഇത് സമ്മതിക്കില്ല, നീ തിരികെ വാ എന്നൊക്കെ പവൻ പറയുമ്പോഴോ ഇല്ല എന്ന് തന്നെ നിർമ്മലും പറയുന്നു. നിർമ്മലാണെങ്കിലോ ആ പെൺകുട്ടിക്കൊപ്പമേ ജീവിക്കൂ എന്ന് ഉറച്ചു നിൽക്കുകയാണ്. അതോടെ നിർമ്മലിനെ സഹായിക്കുവാനായിട്ടും പവൻ തീരുമാനിക്കും. എന്നിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ചിലവിനുള്ള കാശും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സ്റ്റേഷനിലിരിക്കുകയായിരുന്ന പവനടുത്തേക്ക് അശോക് വരുന്നു. അശോകിന്റെ കൈവശം ചെറിയൊരു പെൻഡ്രൈവും ഉണ്ട്. ജേർണലിസ്റ്റിനെ ആക്രമിക്കുന്ന സമയത്തുണ്ടായിരുന്ന CCTV ഫുട്ടേജ് എല്ലാം അശോക് കളക്ട് ചെയ്തിരുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ജേർണലിസ്റ്റിനെ കൊല്ലുവാനായി എത്തിയവരുടെ ബൈക്ക് നമ്പർ കണ്ടെത്തുകയാണ്. അങ്ങനെ ആ ഒരു ബൈക്ക് നമ്പറിന്റെ ഓണറിനടുത്തേക്കും എത്തുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് തന്റെ ബൈക്ക് മോഷണം പോയി. എന്താണ് സംഭവിച്ചതെന്നോ ആരാണ് കൊണ്ടുപോയതെന്നോ തനിക്കറിയില്ല എന്നുള്ള കാര്യവും അയാൾ പറയുന്നു. ഇനിയിപ്പോ അന്വേഷിച്ചു വന്നിട്ട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പവൻ ചിന്തിക്കുന്നു. അതേസമയം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല, ആനന്ദശ്രീ എന്ന് ചോദ്യം ചെയ്യണമെന്നും പവൻ തീരുമാനിക്കുന്നു. അങ്ങനെ പവനാണെങ്കിലോ ആനന്ദശ്രീയെ കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങളുടെ ആശ്രമത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ മിസ്സാവുന്നുണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പവൻ ചോദിക്കുമ്പോൾ അത് കേട്ട് ആനന്ദശ്രീക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് സംസാരിച്ചോളാം, ഇവിടെ നിന്ന് പോകുവാനായിട്ടും പവനോട് ആനന്ദശ്രീ ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റൊരു വശത്ത് പവന്റെ അച്ഛനെയും ജാതി സംഘടനയിലുള്ളവരെയും കാണുവാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ എത്തിയിരിക്കുകയാണ്. പെൺകുട്ടി നിർമ്മലിനൊപ്പമാണ് ഒളിച്ചോടി പോയിരിക്കുന്നതെന്ന് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ഒരു കാര്യം വന്ന് പറയുമ്പോഴോ എന്തായാലും അവനെ ഞാൻ ജീവനോടുകൂടി വെച്ചേക്കില്ല, കൊന്നുകളയുമെന്ന് തന്നെ അച്ഛൻ പറയുകയാണ്. എന്നാൽ അതേസമയം പവനും അശോകും ആനന്ദശ്രീയെ കാണാൻ പോയ വിവരം ഉയർന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥൻ പവനെ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്.
കൂടാതെ ജേർണലിസ്റ്റിനെ കൊന്നത് ദേ ഈ പയ്യനാണെന്ന് പറഞ്ഞ് അർപ്പലിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. ഇവനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുകയാണ്. അതേസമയം അർപ്പലിനെ കാണിക്കുന്നു. അർപ്പലിനെ ആനന്ദിന്റെ ആളുകളും അന്വേഷിക്കുന്നുണ്ട്, പവനും അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും അവൻ തീരുമാനിക്കുന്നു. അവൻ ജോലി ചെയ്ത കുറച്ച് കാശ് അവന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ബസ് കയറി പോകാമെന്നാണ് അർപ്പൽ ചിന്തിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് പവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, പവന്റെ അച്ഛനാണെങ്കിൽ നിർമ്മലിന്റെ സാധനങ്ങളൊക്കെ വാരിപ്പുറക്കിയിട്ട് പരിശോധിക്കുകയാണ്. നിർമ്മലും ആ പെൺകുട്ടിയും പ്രണയത്തിലാണെന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിരിക്കുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിർമ്മലിനെ കൊല്ലുമെന്ന വാശിയിൽ നിൽക്കുകയാണ് അച്ഛൻ. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവർ രണ്ടുപേരും സ്നേഹിക്കുന്നെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. എന്തിനാ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പവൻ ചോദിക്കുമ്പോഴും ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ ജാതിയിലുള്ളവർക്കൊക്കെ ഇത് വലിയ അപമാനമാണ്. അതുകൊണ്ട് ഞാൻ നിർമ്മലിനെ കൊല്ലുമെന്ന് തന്നെ അച്ഛൻ പറയുന്നു. എന്നാൽ അതേ സമയമായിരുന്നു പവന്റെ മകനെയും ആ ഒരു സംഘടന കൂടുന്ന സ്ഥലത്തേക്ക് അച്ഛൻ കൊണ്ടുപോയ കാര്യം പവൻ അറിയുന്നത്. എന്റെ മകനെ നിങ്ങൾ എന്തിനാ അവിടേക്ക് കൊണ്ടുപോയത്? എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ എന്റെ മകനെ അങ്ങനെയൊന്നുമല്ല വളർത്തുന്നതെന്നും പവൻ പറയുന്നു. മാത്രവുമല്ല, തന്റെ സഹോദരനെ കൊല്ലുമെന്ന് തന്നെ അച്ഛൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് എന്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് അച്ഛന്റെ ഷർട്ടിന് പിടിച്ചുകൊണ്ട് തന്നെ പവൻ പറയുകയാണ്. തന്റെ സഹോദരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പവൻ തീരുമാനിക്കുന്നു. പവൻ അർപ്പലിനെ കുറിച്ച് അന്വേഷിക്കുവാനായും തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് അർപ്പലിന്റെ അച്ഛൻ്റെ അടുത്തേക്ക്. നിങ്ങളുടെ മകൻ അർപ്പൽ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു, അതും ആനന്ദ് പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുവാനായിട്ട് അർപ്പലിന്റെ അച്ഛൻ കൂട്ടാക്കുന്നതേയില്ല. അർപ്പലിന്റെ അച്ഛൻ പറയുന്നത്, സത്യത്തിൽ ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. ആനന്ദ് ശ്രീയുടെ ആശ്രമത്തിലേക്ക് ചെന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആശ്രമത്തിലേക്ക് ഞങ്ങളുടെ മകനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നു. നിങ്ങളുടെ മകനാണ് കൊല ചെയ്തിരിക്കുന്നത്. അവനെ കൊണ്ടത് ചെയ്യിച്ചത് ആ ആനന്ദശ്രീ തന്നെയാണ്. ആനന്ദശ്രീക്കെതിരായിട്ട് നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുക്കണമെന്നും അച്ഛനോട് പറയുമ്പോഴോ അതിനയാൾ തയ്യാറാകുന്നതേയില്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകനാണോ വലുത്, അതോ ആ സ്വാമിയാണോ? ശരി, എന്തായാലും എനിക്ക് വേറെ കേസുണ്ട്, ഞാൻ അതൊക്കെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പവൻ പോകുവാനായി ഇറങ്ങുന്നത് പോലെ അഭിനയിക്കുന്ന സമയത്ത് അർപ്പലിന്റെ അച്ഛനാണെങ്കിൽ മനസ്സ് മാറി ഞാൻ കംപ്ലൈന്റ് കൊടുക്കുവാനായിട്ടും തയ്യാറാണെന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അശോക്, സാറേ വെറുതെ പ്രശ്നമൊന്നും പിടിച്ചു വെക്കരുത്, ആ ആനന്ദശ്രീയോട് മുട്ടാൻ പോലും നമ്മൾക്ക് കഴിയില്ല, ഈ ഒരു കേസ് വേണ്ടെന്ന് വെക്കുവാനായിട്ടും അശോക് ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കേട്ട് പവൻ പറയുന്നത്, എന്നോടൊപ്പം നിൽക്കുവാൻ കഴിയുമെങ്കിൽ മാത്രം നിൽക്ക്, ഇല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയും. അത് കേട്ട് അശോക് ഉടനെ തന്നെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അർപ്പലിന് വേണ്ടിയിട്ട് പോലീസുകാരൊക്കെ അന്വേഷണം നടത്തുകയാണ്. വണ്ടികളൊക്കെ ചെക്ക് ചെയ്യുന്നു. അർപ്പൽ സഞ്ചരിക്കുന്ന ബസ്സിലും പോലീസുകാർ ചെക്ക് ചെയ്യുകയാണ്. പോലീസുകാർ കയറുന്നത് കണ്ട് അർപ്പൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നു. എന്നാൽ അർപ്പലിനെ ഓടിച്ചിട്ട് പിടികൂടുകയാണ് ചെയ്യുന്നത്. പവനെയും വിവരം അറിയിക്കുന്നു. പവൻ ഉടനെ തന്നെ സ്പോട്ടിലേക്കും എത്തുന്നു. അർപ്പലിനോട്, നീ എന്തിനാ ജേർണലിസ്റ്റിനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയാൾ എന്നെ ബ്രെയിൻ വാഷ് ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത്. അയാൾ എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവരാരും അതൊന്നും കേൾക്കുവാനായിട്ടേ കൂട്ടാക്കിയിട്ടേയില്ല. പക്ഷേ അയാൾ എന്നോട് മോശമായിട്ടും പെരുമാറിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അർപ്പൽ പൊട്ടിക്കരയുകയാണ്. അർപ്പലിന് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും ഒരനാഥനെ പോലെയാണ് അർപ്പൽ വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും തന്റെ മക്കളെ സ്നേഹിക്കുന്നതൊക്കെ കണ്ടാൽ അവന് സങ്കടം വരുന്നതും. അച്ഛനും അമ്മയും ഇല്ലാത്തതുപോലെ തന്നെയാണ് അവൻ ജീവിച്ചിരുന്നതും. അതോടെ അർപ്പലാണെങ്കിൽ ആശ്രമത്തിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം പവന് മനസ്സിലായി. ആനന്ദിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നും പവൻ തീരുമാനിക്കുന്നു. അതേസമയം ഉയർന്ന ഉദ്യോഗസ്ഥനായ കേശവിൽ നിന്നും കോള് വരികയാണ്. അവന് തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു കേശവ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിന് പവൻ തയ്യാറായില്ല. ആ പയ്യന്റെ കയ്യിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കുക, ഇതായിരുന്നു പവന്റെ ഉദ്ദേശവും. അങ്ങനെ അടുത്ത ദിവസം അർപ്പലിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി വാങ്ങിയതിനു ശേഷം അവനെ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കോടതിക്കകത്തുള്ള പ്രൊസീജിയറൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് പവനാണ് അകത്തേക്ക് പോകുന്നത്. അശോകിനോട് അർപ്പലിനെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പവൻ അകത്തേക്ക് പോയതും. അങ്ങനെ പ്രൊസീജിയേഴ്സ് എല്ലാം നോക്കിയിട്ട് തിരികെ ഇറങ്ങുന്ന സമയത്ത് പയ്യനെ അകത്തേക്ക് കൊണ്ടുവരണമല്ലോ. എന്നാൽ അതേസമയം കേശവ് വന്നിട്ട് അർപ്പലിനെ കൂട്ടുകൊണ്ടു പോകുന്നതാണ് പവൻ കാണുന്നത്. എന്തിനാ പറഞ്ഞു വിട്ടതെന്നൊക്കെ അശോകിനോട് ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യാനാ എന്നതായിരുന്നു അശോകിന്റെ മറുപടിയും. ഉടനെ തന്നെ പവൻ കേശവിനെ ഫോളോ ചെയ്തു പോകുന്ന സമയത്ത് കേശവിനെ ഫോൺ ചെയ്യുകയാണ് പവൻ. നിങ്ങൾ എന്തായാലും അവനെ കൊണ്ടുപോയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അവനിൽ നിന്നും ഞാൻ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി. അത് കോടതിയിൽ ഹാജരാക്കിയാൽ തന്നെ നിങ്ങളും കുടുങ്ങുമെന്നുള്ള കാര്യം പവൻ പറയുന്നു. അത് കേട്ട് കേശവ് ഒന്ന് പേടിച്ചു പോവുകയാണ്. വീണ്ടും പവൻ അടുത്തേക്ക് എത്തുകയാണ് കേശവ്. നിനക്ക് എന്താണ് വേണ്ടത്?
നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും നീതിയുടെ പക്ഷത്തേ നിൽക്കൂ. അവനെ ഞാൻ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള കാര്യം പവൻ പറയുമ്പോൾ എന്തായാലും ആനന്ദിനെതിരെ നിന്നു കഴിഞ്ഞാൽ നിനക്ക് മരണമാണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പവനോട് കേശവ് പറയുന്നു. സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പവൻ ചെയ്യുന്നത്. എന്നാൽ പവനോട് അശോക് പറയുന്നത് എന്തിനാ നമ്മൾ ആനന്ദിനെതിരായിട്ട് നിൽക്കുന്നത്? അവസാനം ആനന്ദിനെതിരായിട്ട് നിന്നത് കൊണ്ട് തന്നെ ആ പയ്യന്റെ ജീവൻ വരെയും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് കേശവ് സാറുമായിട്ട് ഒരു ഡീല് സംസാരിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ആ പയ്യനെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലോ എന്നൊക്കെ അശോക് പറയുന്നു. അശോക് പറയുന്നത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ച പവൻ നേരെ കേശവിനടുത്തേക്ക് എത്തുന്നു. കേശവിനോട് പവൻ പറയും, ആശ്രമത്തിൽ അർപ്പൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആനന്ദ് രക്ഷപ്പെട്ടാലും അർപ്പൽ ശിക്ഷിക്കപ്പെടരുത്. അവൻ ഇഷ്ടമുള്ള ഏതെങ്കിലും നാട്ടിൽ പോയി അവൻ ജീവിക്കട്ടെ. ആർക്കും ഒരു ദ്രോഹവും അവൻ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യം പവൻ പറയുമ്പോൾ എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം. അർപ്പലിന് ഇഷ്ടമുള്ള നാട്ടിൽ പോയി അവൻ ജീവിക്കട്ടെ. ദേ ഈ ഒരു കാശ് അവനെ ഏൽപ്പിക്ക്. എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ എന്നാണ് കേശവൻ സമ്മതിക്കുന്നത്. അർപ്പൽ എവിടെയെങ്കിലും പോയി ജീവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഉറപ്പായിട്ടും ആനന്ദ് പ്രതിയാകത്തില്ലല്ലോ. അതാണ് കേശവൻ ചിന്തിക്കുന്നത്. അവനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ പവനാണെങ്കിലോ നേരെ അർപ്പലിനടുത്തേക്കൊക്കെ എത്തുകയാണ്. അശോകിനോട് പറയുന്നുണ്ട്, അർപ്പലിന് എവിടേക്കാണോ പോകേണ്ടത് അവിടെ കൊണ്ടുവന്ന് അവനെ ഡ്രോപ്പ് ചെയ്യണം. എനിക്ക് വേറൊരു കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. ഇവനെ സേഫായിട്ട് കൊണ്ടുപോകണമെന്നും അശോകിനെ ഏൽപ്പിക്കുന്നു. അശോകാണ് അർപ്പലിനെ കൊണ്ടുപോകുവാനായും തീരുമാനിച്ചിരിക്കുന്നത്. അർപ്പലിനെ അശോക് കൊണ്ടുപോകുന്നതിന് മുൻപ് അർപ്പലിനടുത്തെത്തിയ പവൻ, നീ നന്നായിട്ട് ജീവിക്കണം. ഇനി ഒരു തെറ്റും ചെയ്യാൻ പോകരുത്. എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്ക്. നിന്റെ നമ്പർ എനിക്ക് തരണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കാമെന്നും പവൻ പറയുന്നു. അങ്ങനെ അർപ്പലിൽ നിന്നും നമ്പറൊക്കെ വാങ്ങിയതിനു ശേഷമാണ് അർപ്പലിനെ പറഞ്ഞു വിടുന്നത്. കേശവാണെങ്കിലോ ഒരു പ്രസ് കോൺഫറൻസ് വെക്കുകയാണ്. അതിൽ പറയുന്നത് ആ ഒരു ജേർണലിസ്റ്റിനെ കൊന്നതിന് പിന്നിൽ ആനന്ദല്ല. ആനന്ദിന് ഇതിലൊരു പങ്കുമില്ല. മറ്റൊരു പയ്യനാണിത് ചെയ്തത്. ആ പയ്യനെ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഞങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. പക്ഷേ രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഉടനെ തന്നെ അവനെ കണ്ടെത്തുമെന്നും മീഡിയക്കാർക്ക് മുന്നിൽ പറയുകയാണ്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പവനടുത്തേക്ക് എത്തിയ കേശവ്, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കടാ എന്ന് കേശവ് പവനോട് പറയുന്നു. പവനാണെങ്കിലോ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ പവൻ തന്റെ ഭാര്യയും കൂട്ടി നിർമ്മലിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നു. നിർമ്മലിനോട് പറയുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങുന്നത് വരെ നീ നിന്റെ ഭാര്യയും മറ്റൊരു നാട്ടിലേക്ക് പോകണം. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്നും പവൻ പറയുന്നു. തന്റെ സഹോദരനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ടാണ് പവൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് മോതിരമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അത് രണ്ടും അവരെ കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പവനും വർഷയും വീട്ടിലേക്ക് പോകും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുമ്പോഴോ എങ്ങനെയെങ്കിലും തന്റെ അച്ഛന്റെ മനസ്സ് മാറ്റണമെന്നൊക്കെ പവൻ ചിന്തിക്കുന്നു. അച്ഛന്റെ കോളറിൽ കുത്തിപ്പിടിച്ചതിന്റെ സങ്കടം പവനുണ്ടായിരുന്നു. അച്ഛനോട് പോയി മാപ്പ് പറയാമെന്ന് കരുതി പവൻ അച്ഛനടുത്തേക്ക് എത്തും. എന്നിട്ട് അച്ഛനോട് മാപ്പ് പറയുകയാണ്. ഈ ഒരു വാശിയൊക്കെ വിട്ടുകളാച്ച അവരെ ജീവിക്കാൻ അനുവദിക്കുന്നൊക്കെ പവൻ പറയുമ്പോൾ, ഇല്ല, എന്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലുമെന്ന് തന്നെ അച്ഛൻ പറയുന്നു. ഇയാൾ ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് പവൻ. അന്നേ ദിവസം ഡ്യൂട്ടിക്കെത്തിയ പവൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് അശോക് കാണുന്നു. അശോക് കാര്യം തിരക്കുമ്പോൾ പവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ അശോകിനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അച്ഛൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും പഴയ ആളുകളല്ലേ എന്നാണ് അശോക് പറയുന്നത്. എന്നിട്ട് നിർമ്മലും ഭാര്യയും എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അശോകിനോട് പറയുന്നു. അതേ സമയമായിരുന്നു അവിടേക്ക് അർപ്പലിന്റെ അച്ഛൻ വരുന്നത്. സാറേ, എന്റെ മകൻ എവിടെ? ഇനിയെങ്കിലും എന്റെ മകനെ എന്നെ ഏൽപ്പിക്കെന്ന് പറയും. അല്ല, ആവുന്ന കാലത്ത് അവനെ വളർത്തണമായിരുന്നു. അല്ലാതെ ആശ്രമത്തിലൊന്നും കൊണ്ടുവന്ന് വിട്ടിട്ട് ഇപ്പോൾ മകനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് അർപ്പലിന്റെ അച്ഛനെ പറഞ്ഞുവിടും. അതിനുശേഷം ഉടനെ തന്നെ ഫോൺ എടുത്ത് അർപ്പലിനെ കോള് ചെയ്യുന്നു. പക്ഷേ എത്ര തന്നെ വിളിക്കാൻ ശ്രമിച്ചിട്ടും കോള് പോകുന്നതേയില്ല. അതെന്താ കോള് പോകാത്തതെന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അതേസമയം അർപ്പലിനെ വിളിക്കുവാനായിട്ട് പവൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ അശോകിന്റെ മുഖമൊക്കെ മാറുകയാണ്. ഇതിൽ അശോകിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്നാൽ മറ്റൊരു വശത്ത് നിർമ്മലിന്റെ അച്ഛനും ആ ഒരു ജാതി സഭയിലുള്ളവരും പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരും ചേർന്ന് ചർച്ച നടത്തുകയാണ്. അവരാണെങ്കിലോ നിർമ്മലിനെയും പെൺകുട്ടിയെയും കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരാളിനെ റെഡിയാക്കിയിരിക്കുന്നു. എത്രയും വേഗം അവരുള്ള സ്ഥലം കണ്ടെത്തി അവരെ കൊല്ലണമെന്നാണ് രണ്ടു കൂട്ടരും പ്ലാൻ ചെയ്യുന്നത്. മറ്റൊരു വശത്ത് അർപ്പലിനെ വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ ടെൻഷനായിരുന്നു പവന്. അശോകിനോട് ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ പയ്യനെ കൊണ്ടുവന്ന് വിടുന്ന സമയത്ത് ആരെങ്കിലും അവനെ ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്തായാലും ഒരു മെസ്സേജ് അയച്ചു നോക്ക്, മൊബൈലൊക്കെ ഓൺ ആകുന്ന സമയത്ത് അവൻ കാണുമെന്നും അശോക് പറയുന്നു. പക്ഷേ പവൻ അപ്പോഴും സംശയം
കേശവനെയാണ്. ഉടനെ തന്നെ കേശവനടുത്തേക്ക് എത്തും. നിങ്ങളല്ലേ ആ പയ്യനെ കടത്തിക്കൊണ്ട് പോയത്? അവൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞതുപോലെയല്ലേ ഞാൻ ചെയ്തത്. അവൻ എവിടെയെങ്കിലും പോയി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടായിരിക്കുമെന്നും കേശവ് പറയുന്നു. പക്ഷെ അത് കേട്ട് പവന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്റെ കൈവശമുണ്ട്. അത് വെച്ച് ഞാൻ നിങ്ങളെ കൊടുക്കുമെന്നൊക്കെ പവൻ വിരട്ടിയിട്ട് പോകുന്നു. പവൻ വിരട്ടിയ കാര്യങ്ങളെല്ലാം കേശവ് വന്ന് ആനന്ദിനോട് പറയുകയാണ്. ആനന്ദിന് വല്ലാതെ ദേഷ്യം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ നിങ്ങൾ ഇതുവരെയായിട്ട് വാങ്ങിച്ചെടുക്കാത്തത്? അതായിരുന്നു ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ ആനന്ദ് പറയുന്നു. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നിന്ന ഗുരുവാണെങ്കിൽ അതൊക്കെ ഞാൻ വാങ്ങിയെടുക്കാമെന്നൊക്കെ ആനന്ദിന് വാക്ക് കൊടുക്കുന്നു. പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഗുരുവും ടീമും പവന്റെ വീട്ടിലിരിക്കുന്നതാണ് കാണുന്നത്. പവന്റെ അച്ഛൻ ആനന്ദശ്രീയെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തോ ആവശ്യമുണ്ട്, നിന്റെ കയ്യിൽ അതുള്ളത്, അതിവർക്ക് കൊടുക്കുവാനായിട്ടും അച്ഛൻ പറയുന്നു. ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് ഗുരു, എത്രയും വേഗം സ്റ്റേറ്റ്മെന്റ് എനിക്ക് തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദേ നിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ തല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. എന്നാൽ പവൻ കൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ ഗുരുവിന്റെ ആളുകളെല്ലാം ചേർന്ന് പവനെ തല്ലുകയാണ് ചെയ്തത്. അവസാനം ഗുരു പവനോടൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അർപ്പൽ എന്ന പയ്യനെ നീ സേഫായിട്ടൊരു സ്ഥലത്തേക്കാക്കിയിട്ട് അവനവിടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അല്ല, അർപ്പലിനെ ദേ എന്റെ ഈ കൈകൊണ്ടാണ് ഞാൻ കൊന്നു കളഞ്ഞതെന്നും ഗുരു പറയുന്നു. അതിനാരാ സഹായിച്ചെന്നറിയണ്ടേ? നിന്റെ കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ അശോക് തന്നെയാണ് എന്നൊരു കാര്യം കൂടി പറയുന്നു. അത് കേട്ടതും പവൻ ഞെട്ടിപ്പോവുകയാണ്. സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചെന്നാൽ അന്ന് അശോക് അർപ്പലുമായിട്ട് പോവുകയായിരുന്നല്ലോ. എന്നാൽ അവർ പോകുന്ന വഴിയിൽ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്ത് ഗുരുവും കൂട്ടരും എത്തുന്നു. കാറിൽ നിന്നും ഇറങ്ങുകയാണ് അശോക്. എന്നാൽ അർപ്പലാണെങ്കിൽ പേടിച്ചിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ഞാൻ അവരെയൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് അശോക് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ പുറത്തേക്കിറങ്ങിയ അശോക് അവനെ കൊന്നുകള എന്നൊരു സിഗ്നലും കൊടുക്കുകയാണ്. അതോടെ ഗുരുവിന്റെ ആളുകളാണെങ്കിൽ അർപ്പലിനെ കൊല്ലുവാനായിട്ട് എത്തുന്ന സമയം അർപ്പൽ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടിക്കളയുന്നു. അവസാനം അവനെ എല്ലാവരും ഒരു പുഴയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഗുരു തന്നെയാണ് അർപ്പലിനെ കൊന്നുകളഞ്ഞതും. ഇതറിഞ്ഞ് പവൻ ആകെ സങ്കടപ്പെടുന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് സ്റ്റേറ്റ്മെന്റുമായി എത്തിയില്ലെങ്കിൽ പിന്നീട് നടക്കുന്നത് വേറെയാണെന്ന് വിരട്ടിയിട്ടാണ് ഗുരുവും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. എന്തിനാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കെന്ന് വൈഫ് പവനോട് പറയുന്നു. അങ്ങനെ പവനാണെങ്കിലോ നേരെ അശോകിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുന്നു. അശോക് ചെയ്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞതൊന്നും പുറമേ കാണിക്കുന്നതേയില്ല. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അശോകിനോട് തുറന്നു പറയുകയാണ്. ഗുരുവിന്റെ ആളുകളൊക്കെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ, സാറേ എന്തിനാ പ്രശ്നമുണ്ടാക്കുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് അവർക്ക് കൊടുത്തേക്കെന്നൊക്കെ അശോക് പറയുന്നു. അതേ സമയമായിരുന്നു ഗുരുവും കൂട്ടരും അവിടേക്ക് എത്തുന്നത്. അശോക് പറഞ്ഞിട്ടാണ് അവിടേക്ക് വന്നത്. എന്നിട്ട് ഗുരുവാണെങ്കിലോ എവിടെ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പവനോട് ചോദിക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പവൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഗുരുവിനെ ഏൽപ്പിക്കുന്നു. ഗുരുവാണെങ്കിലോ പൊട്ടിച്ചിരിക്കുകയാണ്. ഗുരുവിനെ പേടിച്ചിട്ടാണ് പവൻ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്നാണ് ഗുരു കരുതി ചിരിക്കുന്നത്. എന്നിട്ട് അവൻ പോകുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു പവൻ ഗുരുവിനെ പിടിച്ചിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന അശോക് അവിടേക്ക് വന്നിട്ട്, അയ്യോ സാർ എന്തായി ചെയ്തത്, ഇനി ഇത് വലിയ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ അശോക് ബഹളം വയ്ക്കുമ്പോൾ, താൻ എന്താ കരുതിയിരുന്നത്, താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിങ്ങളെ ഞാൻ എന്റെ ചേട്ടനെ പോലെ കണ്ടിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അശോകിനെ ഷൂട്ട് ചെയ്യുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു ഞെട്ടിക്കുന്നൊരു കാര്യം അശോക് തുറന്നു പറയുന്നത്. ഈ അശോകും പവന്റെ അച്ഛനെ പോലെ തന്നെ ജാതി തലയിൽ കയറിയ മനുഷ്യനാണ്. പക്ഷേ അത് പുറമേ കാട്ടിയിട്ടേയില്ല. എന്നാൽ പവനാണെങ്കിലോ അശോകിനെ വിശ്വസിച്ച് തന്റെ സഹോദരനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അശോകിനോട് പറഞ്ഞല്ലോ. അശോക് ഇതെല്ലാം പവന്റെ അച്ഛനോട് പറയുകയുണ്ടായി. നിന്റെ അച്ഛനും ആളുകളും ചേർന്ന് എപ്പോഴേ നിന്റെ അനിയനെയും പെണ്ണിനെയും കൊന്നു കാണുമെന്ന് പറഞ്ഞിട്ട് അശോക് ചിരിക്കുകയാണ്. അശോക് പറഞ്ഞ അതേ സമയം തന്നെ ആ കാര്യങ്ങളും നടന്നിരുന്നു. എന്നാൽ പവൻ ദേഷ്യം വന്ന് അശോകിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും മീഡിയക്കാരും ഒക്കെ എത്തുന്നു. അവരോട് പവൻ മറ്റൊരു കഥയാണ് പറയുന്നത്. ആനന്ദിന്റെ ആളുകളായിട്ടുള്ള ഗുരുവും ടീമും ചേർന്ന് വലിയ ഫൈറ്റ് നടക്കുകയുണ്ടായി. ആ ഫൈറ്റിനിടയിലാണ് അശോക് കൊല്ലപ്പെട്ടതെന്ന് പവൻ പറയുന്നു. അതേസമയം കേശവും അവിടേക്ക് വരികയാണ്. നിനക്ക് എന്താ പ്രശ്നം, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേശവ് ചോദിക്കുമ്പോൾ, ഇനി അടുത്തത് നീയാണ്, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പവൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പവൻ നേരെ തന്റെ വീട്ടിലേക്കും എത്തുന്നു. എന്നിട്ട് അച്ഛനോട്, വാ അച്ഛ, എവിടെയാണ് നിർമ്മലും ഭാര്യയും ഉള്ളതെന്ന് ഞാൻ കണ്ടെത്തി, നമുക്ക് അവർക്കടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അച്ഛന്റെ മനസ്സിൽ, ഞാൻ അവരെ രണ്ടുപേരെയും കൊന്നതാണല്ലോ, പിന്നെ ഇവൻ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നതായിരുന്നു. എന്നാൽ പവൻ തന്റെ അച്ഛനെയും കൊണ്ട് നേരെ വന്നിരിക്കുന്നത് ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു നെൽപ്പാടത്തിനരികിലേക്കാണ്. എന്തിനാ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എവിടെ നിർമ്മലും പെണ്ണുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അവർ എങ്ങനെ തിരിച്ചു വരാനാ, അച്ഛൻ അവരെ കൊന്നില്ലേ എന്ന് ചോദിച്ചും കൊണ്ട് ദേഷ്യത്തിൽ തന്റെ തോക്കെടുത്തിട്ട് അച്ഛനെ ഷൂട്ട് ചെയ്യുവാനായിട്ടും ഒരുങ്ങുന്നു. അച്ഛനെ കൊല്ലുന്നതിന് മുൻപ് ഒരു കാര്യം പവൻ പറയുന്നുണ്ട്.
കുട്ടിക്കാലം മുതലേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അച്ഛനൊരു മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു ഫയർ ആക്സിഡന്റ് നടന്നതുപോലെ അച്ഛന്റെ മരണവും പവൻ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതുവരെയായിട്ടും ആനന്ദ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ആശ്രമം എന്ന പേരിൽ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രൂര പ്രവൃത്തികളുമെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പവനാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ആനന്ദ് പണി കിട്ടിയ അവസ്ഥയിലാണ്. ആനന്ദിനെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പിന്നീട് ആനന്ദിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നതേയില്ല. അച്ഛനെ കൊന്നതിന് ശേഷം പവൻ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് പവൻ പൊട്ടിക്കരയുന്നുണ്ട്. കാരണം സ്വന്തം സഹോദരനെയും സഹോദരൻ സ്നേഹിച്ച പെണ്ണിനെയുമാണല്ലോ ജാതിയുടെ പേരിൽ കൊന്നൊടുക്കി കളഞ്ഞത്. പവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ പവന്റെ തോളിൽ ചാരി കരയുകയാണ് ഭാര്യയായ വർഷ. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.